എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, ഇത് എൻ്റെ ഒരു ചേച്ചിയാണ്. ചേച്ചിയുടെ വീട്ടിൽ നല്ല മാങ്ങയുണ്ട്. ഈ മാങ്ങ കൊണ്ടുള്ള നല്ല സ്വാദിഷ്ടമായ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ചോറുണ്ണാനായിട്ട് ഇത് ഒരെണ്ണം മാത്രം മതി കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണേ. പൊളി വേറെ കറി ഒന്നും വേണ്ട, ഇത് കൂട്ടി കഴിക്കാൻ പറ്റും. കൊള്ളാല്ലേ, നല്ല പുഷ്പേ കാണുന്നില്ല. മീനും ഒന്നും വേണ്ട, ഒരു കറിയും വേണ്ട, ഇതും കൂട്ടി കഴിക്കാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം മാങ്ങ ചെത്തി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മാങ്ങ തൊലി ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാമേ. മാങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തു. അത് കത്തിച്ച് തട്ടി അടുപ്പിൽ വെച്ച് ഞാനിപ്പോൾ ഒഴിക്കുന്നത് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇത് കടുക്, 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കരിഞ്ജീരകം. എണ്ണ ചൂടായി. ഇനി ഇതെല്ലാം ഇതിലിടാൻ പോവുകയാണ് കേട്ടോ. കറിവേപ്പില എത്ര ഇട്ട് ചേച്ചി? 2 തണ്ട്. ലോ ഫ്ലെയിമിൽ വേണം തയ്യാറാക്കാനുള്ളത്. ഇനി മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുക്കാം. കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്നുമില്ലാത്ത നല്ല അടിപൊളി ശർക്കരയാണ്, അത് ഇതിലിട്ട് കൊടുക്കണം. ഇതിൽ ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ചേക്കണം. ഇടയ്ക്ക് കരിഞ്ഞു പോകാതെ ഒന്ന് തുറന്ന് നോക്കണം. എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശകലം മഞ്ഞപ്പൊടിയും മതിയോ, 2 സ്പൂൺ മുളക് പൊടി ഇടണം. അതുപോലെ ഇളക്കി കൊടുക്കണം. ഇതൊരൊറ്റ കറി മതി. ഉപ്പ് പാകത്തിന്. ഇത് കണ്ടപ്പോഴേ കഴിക്കാൻ വായിൽ വെള്ളം വരണേ ചേച്ചി. തുറന്നാണ്. 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇത് ഇന്ന് തയ്യാറാക്കി ഇന്ന് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. 2 ദിവസം വെച്ചിരുന്ന് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ രുചിയായിരിക്കും. ഓഫ് ചെയ്യാം. നല്ല മണം.
അടിപൊളി. വേറെ കറിയൊന്നും വേണ്ട, ഇത് മതി. അടിപൊളി. വേറെ കറി ഒന്നും വേണ്ട, ഇത് കൂട്ടി കഴിക്കാൻ പറ്റും. കൊള്ളാല്ലേ? നല്ല പുഷ്പേ കാണുന്നില്ല. മീനും ഒന്നും വേണ്ട, ഒരു കറിയും വേണ്ട, ഇതും കൂട്ടി കഴിക്കാം.